ഇന്ന് സെപ്റ്റംബർ 4 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഇതുൾപ്പെടെ 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് അഡിയോസ് അമിഗോ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ അപ്ഡേറ്റുകൾ ഉണ്ടായതുപോലെ തന്നെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ സെപ്റ്റംബർ 6 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുകയാണ്. ആസിഫ് സുരാജ് കൊമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്തെങ്കിലും ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാനാവാതെ പോയ സിനിമയാണ്. മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിൽ സിനിമ ലഭ്യമാകും. രണ്ടാമത്തേത് സിംബ എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജഗപതി ബാബു നായകനെ എത്തിയ ഈ തെലുഗു സിനിമ സെപ്റ്റംബർ 6 ഈ വെള്ളിയാഴ്ച തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നുള്ള വാസ്കോഡ ഗാമ എന്ന സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ സെപ്റ്റംബർ 6 സിനിമ ലഭ്യമാകും. സമീപകാലത്ത് റിലീസ് ചെയ്ത ഹിന്ദി സിനിമകളിൽ വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും അതിനൊത്ത കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയാണല്ലോ കിൽ. സിനിമ ഇപ്പോഴത്തെ ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യാനായിട്ടൊരുങ്ങുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ സെപ്റ്റംബർ 6 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സിനിമ ലഭ്യമാകും. നേരത്തെ ആമസോൺ പ്രൈമിലൂടെ വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ലഭ്യമായത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. കോൾ മീ ബേ എന്നൊരു സീരീസ് കൂടി നാളെ അർദ്ധരാത്രി 12 മണിയോടെ സെപ്റ്റംബർ 6 OTT റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈമാണ് OTT പ്ലാറ്റ്ഫോം. ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ സീരീസിന്റെ OTT റിലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നു. അടുത്തത് 2 മലയാളം സിനിമകളുടെ ഡബ്ബിംഗ് വെർഷൻ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് ഫഹദിന്റെ ഇരുൾ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ വർഷങ്ങൾക്ക് മുന്നേ OTT റിലീസ് ചെയ്ത സിനിമ ഈ ആഴ്ച സെപ്റ്റംബർ 6 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ്. ടൊവിനോട് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നീലവെളിച്ചം എന്ന മലയാളം സിനിമയുടെ തെലുഗു ഡബ് നാളെ സെപ്റ്റംബർ 5 തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നു. ഭാർഗവി നിലയം എന്നാണ് തെലുഗു ഡബിന് പേരിട്ടിരിക്കുന്നത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ആസിഫിന്റെ തന്നെ മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലെവൽ ക്രോസ് എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ്, അമല പോൾ, ഷർഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ ഓണം റിലീസായിട്ടാണ് നിലവിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. അവസാനത്തേത് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന പവി കെയർ ടേക്കർ അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ പവി കെയർ ടേക്കർ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ സെപ്റ്റംബർ 6 മനോരമ മാക്സിലൂടെയും ഒപ്പം അന്നേ ദിവസം തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലും പവി ലഭ്യമാകുന്നതാണ്. അപ്പോൾ ദിലീപിന്റെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.